മക്കളെ ക്രിസ്മസ് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി നമ്മുടെ എല്ലാ എക്സാമും ഈസി ആയിട്ട് ഇരിക്കുകയായിരിക്കും നിങ്ങൾ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ക്രിസ്മസ് എക്സാം ഇത്രയും ഈസി ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ പേര് പറയുന്നുണ്ടാകും പക്ഷേ എക്സാം എന്നാണ്ട് ക്ലാസ് കണ്ടതുകൊണ്ടാണ്, നിങ്ങളുടെ മാരത്തൺ നമ്മുടെ ഒരുമിച്ച് പഠിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അവിടെ തന്നെ കുറച്ച് പേര് പറയും നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു അതുകൊണ്ടാണെന്ന് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഓരോ ഫാക്ടേഴ്സാണ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, നമ്മൾ ലാസ്റ്റ് ടൈം വളരെ അഗ്രസീവായിട്ട് തന്നെ റിവിഷൻ അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മാരത്തൺ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്താണ്? നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ വെറും നമ്മുടെ പബ്ലിക് എക്സാമിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഇത്ര ഈസി ആവില്ലായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ ഒന്ന് നിങ്ങൾ മനസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആ ക്രിസ്മസ് എക്സാമിന് വെറും നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഉള്ളത് അല്ലേ. പിന്നെ എന്താ ഉള്ളത്? പല തരത്തിലുള്ള അല്ലേ. ഇത്തവണത്തെ ടേം 2 പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ട്രിക്കി ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവലിലുണ്ടായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു. സെയിം ആണ് കാര്യം, കോൺസെപ്റ്റൊക്കെ നമുക്കറിയാം, പക്ഷെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ വെറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിലെ മാത്രം ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തതെങ്കിൽ നമുക്ക് ഇത്ര ഈസി ആവില്ലായിരുന്നു അല്ലേ. ആൻഡ് നമ്മൾ ഈ ഒരു ലിമിറ്റഡ് പീരിയഡ് ഓഫ് സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മളുടെ ക്രിസ്മസ് എക്സാം നമ്മൾ മാക്സിമം ഈസി ആക്കി അല്ലെ. നമ്മൾ പഠിപ്പിച്ചത് മാത്രം വന്നു, നിങ്ങൾക്ക് അതേപോലെ തന്നെ എഴുതാനും പറ്റി. ഇതേപോലെ ആകുമോ നമ്മളുടെ പബ്ലിക് എക്സാം, അതായത് ഇനി വരാൻ പോകുന്ന നമ്മുടെ മാർച്ചിലെ എക്സാം? അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മക്കളെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതേപോലെ തന്നെ ആയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു, ഇതേപോലെ തന്നെ ആവാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കണേ അല്ല. അപ്പോൾ ഇതേപോലെ തന്നെ ആകും എൻ്റെ മക്കളൊന്നും ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ കോൺസെപ്റ്റ് നിങ്ങൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ, പഠിച്ച ആൾക്കാരോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അതേ രീതിയിൽ തന്നെ പോവാം. ഇനി അതല്ല എന്നാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ച ആൾക്കാർക്ക് വീണ്ടും ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല നിങ്ങളൊന്നും കാണാത്ത ആൾക്കാരാണ്, ഒരു ചാപ്റ്റർ ഒന്നും അറിയില്ല, പക്ഷെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാപ്റ്റർ കാണണം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം വെറും മാർച്ച് പബ്ലിക് എക്സാമിന് ആനുവൽ എക്സാമിന് ചോദിച്ചാൽ മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ പബ്ലിക് എക്സാം ഇനി വരാൻ പോകുന്ന 2024 നമ്മുടെ ആനുവൽ എക്സാം ഈസി ആവുമോ? ഇല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, പല ട്രിക്കി എങ്ങനെയൊക്കെ ചോദിക്കാം അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളുടെ ടേം 1ൻ്റെയും ടേം 2ൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഇനിയിപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യണം. അങ്ങനെ എല്ലാം നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ല, ഒരു ക്വസ്റ്റ്യനും നമ്മൾ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് നമുക്ക് തോന്നിക്കാൻ പറ്റില്ല. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, യെസ് നമ്മുടെ എക്സാം എന്നാണ്ട് റിവിഷൻ ബാച്ചാണ് അല്ലേ. ഈ ഒരു കുറച്ച് സമയം, ഇനി എത്ര ദിവസങ്ങളുണ്ടെന്ന് വെച്ചാലാണ് അടുത്ത വർഷത്തിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലേ, 5 ദിവസങ്ങൾ കൂടിയുള്ളൂ. നമ്മൾ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ന്യൂ ഇയറിൽ നിങ്ങളുടെ 2024 ആനുവൽ എക്സാം ഏറ്റവും ഈസി ആക്കുന്ന, നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറിന് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റാണ് നമ്മുടെ റിവിഷൻ ബാച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ചിൽ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ റിവിഷൻ ബാച്ചിൽ എന്തൊക്കെയാണ് കിട്ടുക നിങ്ങൾക്ക് അറിയാം അല്ലേ. ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. അത് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം റിവിഷൻ ബാച്ച് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ക്ലാസ്സുകൾ കാണേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സൊക്കെ മിസ്സായ ആൾക്കാർക്ക് റിവിഷൻ ക്ലാസ് വളരെ കുറച്ച് സമയം കൊണ്ട് എഫക്റ്റീവായിട്ട് കാണാം. ഇനി ഒന്നും അറിയാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ക്ലാസ്സുകളുള്ളത്. പിന്നെയാണ് നമ്മുടെ PYQs ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് പറഞ്ഞില്ലേ, അത് വെറും നമ്മളുടെ എന്തുമാത്രമല്ല ആനുവൽ എക്സാമിൻ്റെ മാത്രം PYQ അല്ല, നേരെ മറിച്ച് എന്താണ് എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളുടെ ഈ ഒരു PYQൻ്റെ സെഷൻ.
ഓക്കെ, ഇനി അതൊന്നും കൂടാതെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ബാച്ചിൻ്റെ കൂടെ കിട്ടാൻ പോകുന്നത്. ആൻഡ് അത് മാത്രമല്ല, അത് ഈ ഒരു ഡിസംബർ 28 മുൻപ് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അതിനുശേഷം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യില്ല, ബുക്ക് കിട്ടുന്നുണ്ടാവില്ല, നിങ്ങളത് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഏറ്റവും ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് മിസ് പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ മക്കളെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, വേഗം തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളുടെ SSLC റിവിഷൻ ബാച്ചിൻ്റെത്. ഓക്കെ, നമ്മളുടെ ലക്ഷ്യ റിവിഷൻ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 1,999 മാത്രമേ ഉള്ളൂ. ഈ 1,999 മിസ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിവിഷൻ ക്ലാസ്സും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് PYQും റിവിഷൻ ക്ലാസ്സിൻ്റെ നോട്ടും PYQസിൻ്റെ നോട്ടും എല്ലാം കിട്ടും. പിന്നെ നമ്മൾ എക്സാം എഴുതുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തായാലും ഒരു മോഡൽ എക്സാം എഴുതി നോക്കുന്നത് യൂസ്ഫുൾ ആണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് എന്തുണ്ട്, മോഡൽ എക്സാം നടത്തുന്നുണ്ടാകും. ആൻഡ് മിസ് പറഞ്ഞില്ലേ 300 രൂപയോളം വില വരുന്ന ക്വസ്റ്റ്യൻ ബാങ്കാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇത് മലയാളം മീഡിയത്തിലെ മക്കൾക്കും ഇംഗ്ലീഷ് മീഡിയത്തിലെ മക്കൾക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബാച്ചാണ് നമ്മളുടെ ഈ ഒരു SSLC ലക്ഷ്യ റിവിഷൻ ബാച്ച്. മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, ഈ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റിലൂടെ നിങ്ങളുടെ എക്സാം ഈസി ആക്കണം, നമ്മളുടെ സ്വപ്നം ഫുൾ A+ എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് റിയാലിറ്റി ആക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മിസ്സായിരിക്കും. ഓക്കെ, മിസ് വെറുതെ ബാച്ച് പ്രൊമോഷന് വേണ്ടിയിട്ടോ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം വേണ്ടിയിട്ട് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും മിസ്സിങ് ആണെങ്കിൽ അത് ഇല്ലാണ്ടാക്കുക എന്നുള്ളത് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം, മിസ് ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് വേസ്റ്റായി പോയിന്ന്. കാരണം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. വെറുതെ നിങ്ങൾ ജോയിൻ ചെയ്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ മക്കളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ലക്ഷ്യ ബാച്ചിലൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത്രയും സമയം കൊണ്ട് നമ്മൾ എത്ര എഫക്റ്റീവായിട്ടാണോ പഠിച്ചത്. അപ്പോൾ അത് എക്സാമിന് വേണ്ടിയിട്ട് കൂടി ആകുമ്പോൾ അത് കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിരിക്കും. താല്പര്യമുള്ള മക്കൾക്ക് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഡിസംബർ 28 മുൻപാണെങ്കിൽ മാത്രമേ എൻ്റെ മക്കൾക്ക് എന്ത് കിട്ടുള്ളൂ, ഇത് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ലക്ഷ്യയിലെ ക്ലാസ്സുകളും കൂടി വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലക്ഷ്യ ബാച്ചിലും ജോയിൻ ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കൾ ഡിസംബർ 28 മുൻപ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബുക്ക് അടക്കം കിട്ടും. ഇനി അതല്ല ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പക്ഷേ ബുക്ക് എക്സ്ട്രാ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടിയൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തണം എന്നാണ് മിസ്സിൻ്റെ ആഗ്രഹം. നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.